ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമിലാസ് ടേസ്റ്റി റെസിപ്പി. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളിയായിട്ടുള്ള ഒരു എഗ് മഞ്ചൂരിയനാണ് തയ്യാറാക്കുന്നത്. പൊതുവേ ഞങ്ങൾ ചിക്കൻ മഞ്ചൂരിയനും കോളിഫ്ലവർ കൊണ്ടുള്ള മഞ്ചൂരിയനൊക്കെ ആണല്ലോ കഴിക്കാറ്. ഇതെല്ലാം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ മുട്ട വെച്ചുകൊണ്ട് ഒരു മഞ്ചൂരിയനാണ് തയ്യാറാക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ആദ്യമായി മുട്ട മഞ്ചൂരിയൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് കട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് മുട്ട കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഞാൻ എല്ലാ മുട്ടയും, നമ്മൾ 5 മുട്ടയും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ആക്കാനുണ്ട്. അതിനു വേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ കടലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 5 വെളുത്തുള്ളി ഇതേപോലെ ചെറിയതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാനുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് കലക്കി കൊടുക്കാം. അങ്ങനെ ഈ മിക്സിനെ നമുക്ക് എന്ത് ചെയ്യാം, എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഓക്കെ. അങ്ങനെ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച്, ഓയിൽ നല്ല ചൂടായി വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു കൈ നമുക്ക് കുറച്ചൊന്ന് വെള്ളത്തിലേക്ക് മുക്കിയതിന് ശേഷം ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമ്മൾ മുട്ട എന്ത് ചെയ്യുക, നമുക്ക് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എണ്ണ ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നിങ്ങൾ പൊരിച്ചെടുക്കേണ്ടത്. അങ്ങനെ ഞാൻ നമ്മളെ മുട്ട എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ ബോൾസ് ആക്കി എടുത്തിട്ട് നല്ല അടിപൊളി ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മളെ എഗ് മഞ്ചൂരിയൻ റെഡിയാക്കി എടുക്കാം. പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലിന് ചൂടായി വരുന്ന സമയത്ത് ഒരു 4-5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളക്, ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, ഇതേപോലെ ചോപ്പ് ചെയ്തത്. വറ്റൽ മുളക് ഉണ്ടല്ലോ, അതൊരു 2 വറ്റൽ മുളക് ഇതേപോലെ ചോപ്പ് ചെയ്തത്. ഒന്ന് ഒരു പച്ചമണമൊക്കെ വാടി ഒന്ന് മൂത്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും വറ്റൽ മുളകെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 3 ഉള്ളി, വലിയ ഉള്ളി ഇതേപോലെ സ്ക്വയറായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾ ലൈക്കും അതേപോലെ സബ്സ്ക്രൈബും ചെയ്യണേ. ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അധികം ഉള്ളി നമുക്ക് വാട്ടിയെടുക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി മാത്രമേ ചെയ്യണ്ടൂ കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാപ്സിക്കം ക്യൂബ്സ് സ്ക്വയറായിട്ട് കട്ട് ചെയ്തത്, നമ്മൾ ഉള്ളിയും ക്യാപ്സിക്കം ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ഒരുപാട് അങ്ങ് സോഫ്റ്റായി കിട്ടരുത്, ഒരു ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആകാനും പാടുള്ളൂ. കാരണം ഇത് ഒരു എഗ് മഞ്ചൂരിയൻ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കുന്ന പോലത്തെ രൂപത്തിലായിരിക്കണം ഇത് കിട്ടേണ്ടത്, എന്നാലാണ് ആ ഒരു മഞ്ചൂരിയൻ ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി എങ്ങനെ ഇടണമെന്ന് വെച്ചാൽ സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട്, പക്ഷെ ഉള്ളിലുള്ള കുരുവെല്ലാം ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞ് അതിൻ്റെ തോല് മാത്രം ഇതേപോലത്തെ രൂപത്തിലാണ് നിങ്ങൾ തക്കാളി ഇടേണ്ടത്. 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്,
1 ടീസ്പൂൺ ബ്ലാക്ക് സോയാ സോസ്. സോസുകൾ ചേർക്കുന്ന സമയത്ത് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം സോസുകൾ ചേർക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇപ്പോൾ നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു പിടിയോളം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ സോസൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഭയങ്കര ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വാട്ടിയെടുക്കാൻ പാടില്ല. കാരണം ഹൈ ഫ്ലെയിമിലിടുന്ന സമയത്ത് സോസിൻ്റെ ഉള്ളിൽ ഒരു കരിഞ്ഞ ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം സോസ് ഒഴിച്ചതിന് ശേഷം കുറച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് നിങ്ങൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഈ സോസൊക്കെ ഇട്ടതിന് ശേഷം ഒരു ബബിൾ പോലെ പതച്ച് വരുന്ന സമയത്ത് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട പൊരിച്ചിട്ടുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു എഗ് മഞ്ചൂരിയനാണ് ഇത്. ചിക്കനിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് ചിക്കൻ ഒഴിവാക്കിയിട്ട് ഇതേപോലെ എഗ്ഗ് വെച്ചിട്ട് ചെയ്താൽ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നമുക്കിതിലേക്ക് ഒരു ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ടൊന്ന് കലക്കിയതിന് ശേഷം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ക്രീമി ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നല്ല ടേസ്റ്റും ആയിരിക്കും. നിങ്ങൾക്ക് കോളിഫ്ലവർ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കടലമാവ് ഉണ്ടല്ലോ, കടലമാവ് ഇതേപോലെ കലക്കിയിട്ടും ചെയ്തെടുക്കാം. പക്ഷെ എനിക്ക് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയത് കോളിഫ്ലവർ ചെയ്യുമ്പോഴാണ്, കോൺഫ്ലോർ ചെയ്യുമ്പോഴാണ്. നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് കലക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഇതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചപ്പാത്തിയെല്ലാം എടുത്ത് കഴിക്കാൻ തോന്നും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് മല്ലിയില മുകളിലേക്ക് വിതറി കൊടുക്കാം. അങ്ങനെ നമ്മുടെ എഗ് മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഡിന്നറിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഡിഷാണിത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.